നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ രംഗപ്രവേശനം നടത്തിയതിനു ശേഷം റോബിന് കിട്ടിയ ഒരു ഹൈപ്പ് അത് ഒന്ന് വലുത് തന്നെയാണ്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം റോബിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും വിചാരിച്ച തരത്തിലൊരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് റോബിൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വാർത്ത പുറത്തു വന്നു. NDA സ്ഥാനാർത്ഥിയായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു എന്ന്. രാഷ്ട്രീയത്തിലിറങ്ങിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ള വാർത്തകൾ പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അവിടെയും ഒന്നും തന്നെ ഉണ്ടാകാത്ത അവസ്ഥയിലെത്തി. അങ്ങനെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എവിടെയെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സമരങ്ങളിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലടക്കം വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കെ ഇപ്പോഴിതാ റോബിനെ കുറിച്ച് ചില വാർത്തകൾ പുറത്തു വരുന്നു. വലിയ സാമ്പത്തിക തട്ടിപ്പ്, അതും പാർട്ടിയിൽ രംഗപ്രവേശനം ചെയ്ത് പാർട്ടിയിലെ പിടിപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരും എന്ന് തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നതെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ അയാൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ തീരെ ചെറുതല്ല. BJP യുവ നേതാവും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് വഞ്ചന ആരോപണവുമായിട്ടാണ് അയാളുടെ സുഹൃത്തുക്കളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് താരവും കണ്ടന്റ് ക്രിയേറ്ററുമായ വേദ് ലക്ഷ്മിയാണ് പ്രധാനമായിട്ടും ഈ പരാതിക്കാരിൽ ഒരാൾ. ഇതിനു പുറമെ പ്രമുഖ ഫാഷൻ ഡിസൈനർ അഭിൽ ദേവും റോബിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. വലിയ തോതിലുള്ള പണം ഇയാൾ തങ്ങളിൽ നിന്ന് കടം വാങ്ങുന്നു. അത് തിരികെ ചോദിച്ചാൽ BJP ബന്ധം ചൂണ്ടിക്കാട്ടി ഹണി ട്രാപ്പും കുരുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് റോബിൻ ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് വേദ് ലക്ഷ്മിയുടെ വ്യക്തമാക്കൽ. സൗഹൃദത്തിന്റെ പേരിൽ പലപ്പോഴായി വാങ്ങിയ തുക ചോദിച്ചപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അസഭ്യം പറയുകയും റോബിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് വേദ് ലക്ഷ്മിയുടെ ന്യായീകരണം. ഇതിനിടെ തനിക്ക് മാത്രം 45 ലക്ഷം രൂപ റോബിൻ തരാനുണ്ട് എന്നും ഇത് തനിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും ഫാഷൻ ഡിസൈനർ അഭിൽ ദേവ് വ്യക്തമാക്കി. ചെറിയ തുകകൾ ആദ്യം കടം വാങ്ങി കൃത്യസമയത്ത് തിരികെ നൽകി വിശ്വാസ്യത നേടിയെടുത്ത ശേഷമാണ് റോബിൻ ഈ രീതി തുടർന്നത് എന്നും അങ്ങനെയാണ് തങ്ങൾ പെട്ടുപോയതെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. പിന്നീട് സൗഹൃദം തടസ്സമാക്കി പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കി. എന്നാൽ തുക തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിയും അസഭ്യവർഷവും മാത്രമാണ് നേരിടേണ്ടി വന്നതെന്നാണ് ഇവർ പറയുന്നത്. റോബിൻ പണം വാങ്ങിയെന്നും അത് തിരികെ നൽകാൻ ബാധ്യസ്ഥതയാണ് എന്നും സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. സാമ്പത്തിക തിരിമറിക്ക് പുറമെ റോബിൻ രാധാകൃഷ്ണൻ BJPയിൽ ചേർന്നത് കേവലം സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണെന്ന് സൂചിപ്പിക്കുന്ന നിർണായകമായ ചില ശബ്ദ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഇപ്പോൾ വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തു വിട്ടിട്ടുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. BJPക്കാർ വർഗീയവാദികളാണെന്ന് റോബിൻ പറയുന്ന വിവരങ്ങളാണ് ഇത്തരത്തിൽ ഓഡിയോയിൽ പറയുന്നത്. BJPക്കാരുടെ തത്വങ്ങളോ ആശയങ്ങളോ എനിക്കറിയില്ല. അവർ പറയുന്നതിലധികവും വർഗീയവാദമാണ്. എന്നാൽ ഞാൻ സ്ഥാനാർത്ഥിയായാൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ മറുപടി നൽകും എന്ന് റോബിൻ പറയുന്ന ചാറ്റുകളും ശബ്ദരേഖകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് അപകീർത്തിപ്പെടുത്തൽ ശ്രമമാണ് എന്ന് ആരോപിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടെത്തി വേദലക്ഷ്മിക്കെതിരെ പരാതി നൽകി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. റോബിന്റെ പരാതിയിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ പോലീസ് വേദലക്ഷ്മിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു എന്നാണ് വിവരം. എന്നാൽ റോബിന്റെ നിയമ നടപടികൾക്കും വെല്ലുവിളികൾക്കും ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ ശക്തമായ ഭാഷയിലാണ് വേദ് ലക്ഷ്മിയുടെ മറുപടികൾ. തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാനാണ് റോബിന്റെ നിർദ്ദേശം. എനിക്ക് ജോലിയുള്ളതിനാൽ വിളിച്ച ഉടൻ വരാൻ സാധിക്കില്ലെന്ന് വേദ് ലക്ഷ്മി. നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുകയല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടെന്നവരെ ധരിപ്പിച്ചിട്ടുണ്ട്. സൗകര്യമുള്ള സമയത്ത് പോലീസിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വേദ് ലക്ഷ്മിയുടെ പക്ഷം. തൻ്റേത് കേവലം ഒരു ചെറിയ തുടക്കം മാത്രമാണെന്നും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ റോബിൻ തയ്യാറായിരിക്കണമെന്നുമാണ് വേദ് ലക്ഷ്മിയുടെ മറ്റൊരു മുന്നറിയിപ്പ്. ഒരു ചെറിയ ഓലപ്പടക്കം കണ്ടപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നും അപ്പോൾ തൃശൂർ പൂരം വരുമ്പോൾ എന്താകും അവസ്ഥ എന്നുമൊക്കെ പരിഹസിക്കുന്നു വേദ് ലക്ഷ്മി. എന്തായാലും പണം കൊടുത്തുവിട്ട സൈബർ കൊട്ടേഷൻ നിനക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ നോക്കിയ കുറുക്കന്റെ കഥയാണ് ഓർമ്മ വരുന്നത് എന്ന് അവർ പറയുന്നു. ആളുകളിൽ നിന്ന് കൈപ്പറ്റിയ തുക പൂർണ്ണമായും തിരികെ നൽകിയ
ശേഷമേ റോബിൻ സംസാരിക്കാവൂ എന്നും ഈ വിഷയത്തിൽ നിന്ന് ഇനി റോബിൻ എളുപ്പത്തിൽ ഊരിപ്പോകാൻ കഴിയില്ല എന്നും വേദലക്ഷ്മി ഉറപ്പിച്ചു പറയുകയാണ്. തനിക്ക് നൽകാനുള്ള പണം തിരികെ കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്നുള്ള നിലപാടിലാണ് പരാതിക്കാർ. റോബിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ട് മൊഴി നൽകാൻ പോലും അദ്ദേഹം ഹാജരായില്ല എന്നും വേദലക്ഷ്മി ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി അറിയുന്നതുവരെ ആരുടെയും പക്ഷം പിടിക്കരുത് എന്നുള്ള വീഡിയോയുമായി റോബിൻ രാധാകൃഷ്ണനും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്.